ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ നമ്മൾ കടച്ചക്ക വെച്ചിട്ടാണ് കേട്ടോ കറി തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കടച്ചക്ക നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ, ഒരുപാട് ചെറുതായി പോരുതേ. ഇനി അത് നമ്മൾ കുക്കറിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. മൺചട്ടിയിലിട്ടാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കുന്നതിനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വിസിലടുപ്പിക്കണം കേട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങ ചിരകിയതും കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. വറുത്തരച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തേങ്ങ വറുക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായും ആ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് പതിയെ വറുത്തെടുക്കണേ. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ തേങ്ങ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വങ്ങിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതൊന്ന് തണുത്ത ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടിയ ശേഷം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളേ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്കൊന്ന് തൂക്കി കൊടുക്കാവേ. ഇപ്പോൾ ദേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നല്ലതുപോലെ കുറുകിയ ചാറോട് കൂടിയ കടച്ചക്കക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ കൂട്ടാൻ പറ്റാത്തവർക്ക് നല്ല ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.